ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഖുർആനിനെയും ഹദീസിനെയും ഒരു ഭാഗത്ത് അങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒരു ഡിക്ഷണറി വെച്ചിട്ടാണോ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഖുർആനിന്റെ ആയത്ത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹദീസുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതേതെങ്കിലും ഒരു പരിഭാഷ നോക്കിയിട്ട് പഠിക്കേണ്ടതല്ല. നേരെ മറിച്ച് അത് മനസ്സിലാക്കി ആദ്യത്തെ ഒരു തലമുറ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാരാണ്? അള്ളാഹ് തൃപ്തിപ്പെട്ട തലമുറയാണ്. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه എന്ന് അള്ളാഹു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള മഹാന്മാരാണവര്. ഇസ്ലാമിലേക്ക് മുൻകടന്നിട്ടുള്ള മഹാരഥന്മാരായ മുഹാജിറുകളും അൻസാറുകളും അവരെ പിൻപറ്റിയവരായ ആളുകൾ. അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. അതാണ് രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലും പഠിപ്പിക്കുന്നത്. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ്. അള്ളാഹുവിന്റെ റസൂല് നമുക്ക് ഓതിത്തരികയാണ്. ഓ ജനങ്ങളെ, മഹാന്മാരായ ആ സ്വഹാബത്തിലെ ആ സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, നിങ്ങൾ വിശ്വസിച്ചതുപോലെ പിൽക്കാലക്കാര് വിശ്വസിക്കാൻ സന്നദ്ധരാണെങ്കിൽ എങ്കിലേ നാം ഹിദായത്തിലേക്ക് പോവുകയുള്ളൂ. അതേ അവസരത്തിൽ ഞങ്ങൾക്ക് മുൻഗാമികൾ പറഞ്ഞതൊന്നും വേണ്ട, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് വേണ്ട, സ്വഹാബത്ത് വേണ്ട, താബിഈങ്ങൾ വേണ്ട. ഞങ്ങൾക്ക് സ്വന്തം തന്നെയെല്ലാം അങ്ങ് ഗവേഷണം ചെയ്ത് ഞങ്ങൾ അങ്ങ് അർത്ഥം വെച്ചോളും എന്ന് പറയുന്ന നിലപാടല്ല. അപ്പോൾ ഒരു കയ്യിൽ ഖുർആനും മറ്റേ കയ്യിൽ ഡിക്ഷണറിയുമായി ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക എന്ന് പറയുന്ന പഴയ കാലത്തെ വഹാബി നിലപാടിൽ നിന്ന് ഇപ്പോൾ യൂട്ടേൺ എടുക്കുകയാണ് നവ വഹാബികളായ ആളുകൾ. വിശുദ്ധ ഖുർആൻ നേർക്കുനേരെ നോക്കി അർത്ഥം വെച്ചാൽ മതി, ഖുർആനും സുന്നത്ത് നോക്കിയാൽ മതി, അതിൻ്റെ അടുക്ക് ഇമാമുമാരെ കിതാബുകളൊക്കെ തോട്ടിലെറിയണം, ആ ചട്ടക്കുള്ളിലുള്ളത് എല്ലാം സ്വഹിയാണെന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് 60 ഹദീസ് ബുഖാരി എന്ന് പോലും ഒഴിവാക്കിയവരുടെ അനുയായികൾ ഇപ്പം അങ്ങനെ ആയാൽ പോരാ, ഇമാമുമാരെ കിതാബ് നോക്കണം, അതനുസരിച്ച് അവർ മനസ്സിലാക്കിയത് എങ്ങനെയാണോ അതുപോലെ മനസ്സിലാക്കണം എന്നാണ് പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ കാലം വഹാബിസത്തെ റിട്ടേൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, യൂട്ടേൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ഉസ്താദുമാർ ഈ വഹാബി കൂട്ടത്തെ മുമ്പിലിരുത്തിയിട്ട് ഈ വിഷയം പറഞ്ഞപ്പോൾ അവർ പരിഹസിച്ചിരുന്നത്. 100 വർഷങ്ങൾക്ക് മുമ്പ് അവർ പരിഹസിച്ച വിഷയം എന്താണോ അതിലേക്കാണ് ഇപ്പം മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹുസൈൻ സലഫി പറഞ്ഞ ആശയങ്ങൾ ഒരുപക്ഷെ വഹാബി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളാകുന്ന MCCയും അലവിയും ഫാദർ മൗലവി ഇങ്ങനെ കുറേ മൗലവിമാരുണ്ടല്ലോ, KM മൗലവി, വക്കം മൗലവി, MCC തുടങ്ങിയുള്ള ആളുകളൊക്കെ ഇത് കേൾക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഹുസൈൻ സലഫിൻ്റെ മണ്ടയ്ക്ക് വലക്കെടുത്തടിച്ചു. അന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ ഉസ്താദന്മാർ പറഞ്ഞ ആശയമാണ് ഇപ്പോൾ ഹുസൈൻ സലഫി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത്? വിശുദ്ധ ഖുർആനും ഹദീസും നേർക്കുനേരെ അർത്ഥം വെച്ചാൽ പറ്റൂല. എങ്ങനെയാണ് മുൻഗാമികളാകുന്ന മുഫസ്സിരീങ്ങൾ അർത്ഥം വെച്ചത് അതേ രൂപത്തിൽ വെക്കണമെന്ന് ഇപ്പം മുമ്പിലിരിക്കുന്ന വഹാബികൾക്ക് വേണ്ടി ഉപദേശിക്കുകയാണ് വഹാബി മൗലവിമാർ.